എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരുവായിരുന്നു. വെള്ളം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് അമ്മ എന്തായി കാണിക്കുന്നേ? എനിക്ക് മൂക്കി കൂടെ കഴിക്കാനുള്ള വിദ്യ ഒന്നും അറിയില്ല. സോറി മോളു, എന്റെ ചക്കര കുട്ടി. സോറി മക്കളെ, അമ്മ കുക്കറി ഷോയിൽ അങ്ങ് മുഴുകിപ്പോയി. അയ്യോ, നിന്നോട് വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പോ ചിക്കൻ ഇട്ട് കഴിഞ്ഞു. ഇനി ചിക്കൻ മട്ടൂരുണ്ടാക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അമ്മ ടിവിയിൽ മുഴുകിയിരിക്ക. ഇത് തന്നെ തക്ക. ഓ, എന്നിട്ട് മൈദാപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെണ്ണ ചേർത്ത് ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിക്കണം. അമ്മ ഇംഗ്ലീഷ് ടെസ്റ്റ് പേപ്പറിന്റെ ഒപ്പിട്ടോണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. ദേ ഇവിടെ ഒപ്പിട്ട് തന്നെ. പെട്ടെന്നാവട്ടെ അമ്മേ, സ്കൂൾ ബസ് വരാൻ സമയമായി. കൊണ്ടുവാ. ഇതെന്താടി ഇത്? 25-ൽ 7 മാർക്കോ? എന്റെ അമ്മേ, എനിക്ക് മാത്രം മാർക്ക് തന്നാ മതിയോ? 24 കുട്ടികളുള്ള ക്ലാസ്സാ. എല്ലാവർക്കും മാർക്ക് കൊടുത്തു വന്നപ്പോ എനിക്ക് ഇത്രേ കിട്ടിയോളൂ. അയ്യടി മിടുക്കി, ഞാൻ TV കാണുന്നതിന്റെ ഇടയ്ക്ക് സൂത്രത്തിൽ ഒപ്പിട്ട് മേടിച്ചോണ്ടങ്ങ് പോവാന്ന് വിചാരിച്ചു അല്ലേ? എന്നെ നീ അത്രയ്ക്ക് പൊട്ടിയൊന്നും ആക്കണ്ട. അച്ഛന്റെ അടുത്ത് കൊണ്ട് കൊടുക്ക്, അച്ഛൻ ഒപ്പിട്ട് തരും. ഇനി നാളെ ആവട്ടെ, രാവിലെ അച്ഛന്റെ മൂഡ് കളയണ്ട. എന്നാ ഈ പാല് കുടി. അമ്മയുടെ കാര്യം. അമ്മ വണ്ടി വന്നു, ഞാൻ പോന്നേ. ഞാൻ വരുന്നു. കൊച്ചി അവിടെ നിക്ക്, ഞാൻ നിന്നെ കേറ്റി വിടാന്ന്. എത്ര നേരത്തെ ഇറങ്ങിയാലും വൈകിപ്പോ. ഹലോ, MP ബാലഗോപാലൻ സ്പീക്കിംഗ്. അമ്മയോ? അമ്മ ഇതെവിടുന്ന? അല്ല, അമ്മ ഹരിദ്വാറിലോ മറ്റോ തീർത്ഥാടനത്തിലായിരുന്നല്ലോ, അതാ. വന്നോ? ഇങ്ങോട്ടോ? ഒന്നുമില്ല അമ്മേ. അമ്മ എളുപ്പം വാ, പെട്ടെന്ന് വാ. ശരി ശരി. അയ്യോ ഈശ്വര, ഇനിയിപ്പോ എന്തൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷിയാണ്ടി വരുമോ എന്തോ. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. രാധികേ, രാധു, രാധികേ, രാധു. ആ രാധികേ, ദേവുട്ടി പോയടി? പോയല്ലോ. ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. എന്താ ബാലേട്ടാ? അമ്മ ഇങ്ങോട്ട് വരുന്നു. നിന്റെ അമ്മയല്ല, എന്റെ അമ്മ, നിന്റെ അമ്മായിയമ്മ. ആണോ? ഓ, തള്ളെ വീണ്ടും കെട്ടിയെടുക്കുവാണോ എന്റെ ഭഗവാനെ? നീ എന്താ ചിന്തിക്കുന്നേ? അല്ല, അമ്മയെ കണ്ടിട്ട് നാളൊത്തിരി ആയല്ലോ എന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. പരട്ട തള്ള, എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേടി നീ ഇപ്പൊ ചിന്തിച്ചത്? സംശയം എന്ത്? അമ്മ വരുന്നു എന്നല്ല പറയേണ്ടിയിരുന്നത്. രാധികേ, നീ ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നോളൂ എന്ന് വേണമായിരുന്നു ബാലേട്ടൻ പറയാൻ. പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ നിങ്ങൾ തമ്മിൽ വഴക്കും വക്കാണോ ഉണ്ടാക്കി ചുമ്മാ അയൽക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. അതെ, സ്വന്തം അമ്മയോട് തന്നെ ബാലേട്ടൻ അതങ്ങ് പറഞ്ഞാ മതി. എന്നോട് നല്ല രീതി പെരുമാറുവാണെങ്കിൽ ഞാനും നല്ല രീതി പെരുമാറാൻ ശ്രമിക്കാം. ഇനി ഇവിടെ നിൽക്കുന്ന അപകട, അമ്മ ഏത് നിമിഷവും ഇവിടെ എത്താം. അപ്പൊ ഞാൻ ഇറങ്ങാം. ഇന്ന് ഞാൻ വരാൻ അല്പം വൈകും. നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വരട്ടെ. ശരി. എന്റെ അമ്മേ ഒന്ന് കാണാൻ. തള്ളെ കെട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് കരുതിയിരുന്നില്ലെങ്കിൽ പണി പാളും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് തന്നെ, വരുന്ന വഴിക്ക് തന്നെ കൊടുത്തേക്കാം. ആദ്യം ഈ കതക് നല്ലോണം തുറന്നിടാം. ഇനി കുറച്ച് വെള്ളം ഉണ്ടെന്ന് അറിയാനേ പാടില്ല. കുറച്ച് മതി മതി. ഇനി വെള്ളത്തിന്റെ കൂടെ ഇവനും കൂടെ ആവുമ്പോ എല്ലാം ഓക്കെ ആവും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം.
നല്ല വഴുക്കലുണ്ട്. ആ, ആ. തള്ള വരുമ്പോ നേരെ ഇങ്ങ് കേറി വന്നോളൂന്ന് ഇവിടെ നിന്ന് പറയണം. ആഹാ. അപ്പോ ഈ ഭാഗത്ത് ചവിട്ടി തള്ള നേരെ തെന്നിത്തെറിച്ച് തലത ഇവിടെ ഇങ്ങനെ ഇടിക്കും. എന്റെ സർവേശ്വര, ഒരാഴ്ച ആശുപത്രി കിടന്നാലും വേണ്ടില്ല, മനുഷ്യന് സ്വസ്ഥത കിട്ടുമല്ലോ. ഓം നമഃ ശിവായ. എത്രയായി ഉണ്ണി? 75. ഉണ്ണിയുടെ പ്രായമല്ല നാം ചോദിച്ചത്. എന്റെ പ്രായം 75. കണ്ണു കണ്ടൂടെ? ചാർജാ പറഞ്ഞത്. അതിനെന്തിനാ ഉണ്ണി ഇങ്ങനെ ചാർജ് ആവുന്നത്? നാം നിനക്ക് 40 രൂപ മാത്രമേ നൽകുകയുള്ളൂ. പറ്റില്ല. ഓട്ടോയിൽ ആരും പറ്റു വെക്കാറില്ലെന്ന് നമുക്കറിയാം ഉണ്ണി. ഇത് വാങ്ങി മടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. വാങ്ങിക്കൂ, ഇല്ലെങ്കിൽ നിന്നെ ശപിച്ചു വെണ്ണീറാക്കി കളയുന്ന. വാങ്ങിക്കൂ. ഇത് എവിടുന്ന് മതിലിയാടി വന്നാ നിങ്ങള്? അമ്മയെ അനുസരിക്കാൻ തയ്യാറല്ലല്ലേ? ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. കൂലി തന്നില്ലേലും വേണ്ടില്ല, ശപിക്കല്ലതല്ലേ. ഞാനങ്ങ് പോയേക്കാം. സ്ഥലം വിട്ടു അല്ലേ? നമ്മുടെ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കണു. 40 രൂപ ലാഭം. ഒരു ചെലപ്പ് കേൾക്കുന്നുണ്ടല്ലോ. തള്ള വന്നു എന്നാ തോന്നുന്നേ. ഇങ്ങോട്ട് കേറി വരട്ടെ. അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. മകളെ രാധികേ. ഓ, എന്റെ അമ്മയ്ക്ക് 100 ആയുസ. ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അല്ല, അമ്മ ഇത്ര നാള് എവിടെയായിരുന്നു? ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വാനപ്രസ്ഥം സ്വീകരിച്ച എനിക്ക് ആത്മീയതയുടെ അന്തസ്സത്തെ അറിയാനുള്ള ഒരു ഉൾവിളി ഉണ്ടായി. ഉടൻ പോയി പുറപ്പെട്ട് ഒരു യാത്രയിലായിരുന്നു മകളെ ഞാൻ. അമ്മ എന്താ വന്ന കാലത്തിന് നിക്കുന്നത്? കേറി വരണം, വാ. ശംഭോ മഹാദേവ. ചേടാ, ഇതെന്തു പറ്റി? എന്താണ് മകളെ? ഏയ്, ഒന്നുമില്ല അമ്മേ. എന്താണ് മകളുടെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ക്ഷീണം കൊണ്ടാണോ? ഒന്നുമില്ല അമ്മേ. ചുമ്മാതല്ല, മോള് ഗൃഹശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ക്ഷീണം. അമ്മ കൂടി സഹായിക്കാം. വേണ്ട 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 വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അമ്മ യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് ക്ഷീണിച്ചു വന്നതല്ലേ. വേണ്ടേ? വേണ്ട, ഇപ്പം വേണ്ട, പിന്നെ മതി. അമ്മ മുകളിലേക്ക് ചെന്ന് വിശ്രമിച്ചോ. ഇതൊക്കെ എനിക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്നാലും ഇത് എന്തു പറ്റി? നല്ല വഴുക്കലുണ്ടായിരുന്നല്ലോ, ഒരു കുഴപ്പമില്ല. മഹാദേവ, എന്തു പറ്റി മകളെ? കൊണ്ടൂടെ തൊള്ള നിങ്ങക്ക്. നാശം വന്നു കയറിയില്ല, അതിനു മുമ്പ് എനിക്ക് പണി കിട്ടി. യോ, കരയാതെ കരയാതെ, അമ്മ പിടിക്കാവേ. കരയണ്ട മകളെ, കരയണ്ട. അസ്ഥിക്ക് ഉടവ് സംഭവിച്ചതായിരിക്കും. തൃപ്തിയായല്ലോ നിങ്ങക്ക്. മകളെ വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വരൂ, അതവിടെ കിടന്നോട്ടെ. പതുക്കെ. ഇനി ഇച്ചിരി അച്ചാറും കൂടെ. ഇച്ചിരി കൂടെ തരാവേ. അയ്യോ രാധിക, എന്താ പറ്റിയത്? ഓടിക്കൊണ്ടോ കൈക്ക്?
ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒടിവില്ല, ഉളുക്കിയതേ ഉള്ളൂ. മകനെ ഞാൻ കിടന്ന് വിളിയോട് വിളിയായിരുന്നു. റേഞ്ചിലല്ലെന്നാ മൊബൈൽ ഓഫീസിലെ പെങ്കൊച്ച് പറഞ്ഞത്. അമ്മേ, ഞാനൊരു മീറ്റിംഗിലായിരുന്നു, അതുകൊണ്ട് മൊബൈൽ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. ആ, നാം ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടാ. പെട്ടെന്നൊരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ നാം പെട്ട ഒരു പാടേ. ദാ, മകള് കഴിക്കൂ. ദാ. മതി അമ്മേ. അയ്യോ, പറ്റില്ല പറ്റില്ല പറ്റില്ല. ദാ, കഴിക്ക്. മതി. ഏതായാലും ഈ സാഹചര്യത്തിലെങ്കിലും ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. മകള് ഇനി മുറി പോയി വിശ്രമിക്ക്. ഒരാഴ്ചത്തെ വിശ്രമം വേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞേ. ആണോ? ഇവിടുത്തെ മറ്റു പണികളെല്ലാം നാം നോക്കിക്കോളാം. മകനെ, മകളെ പിടിച്ചകത്ത് കൊണ്ടുപോയി കിടത്തു. നോക്ക്, ഇനി ഒരു പണി ഇവിടെ ചെയ്യണ്ട കേട്ടോ, എല്ലാം അമ്മ നോക്കിക്കോളും. ശംഭോ മഹാദേവ. വലിയ കുഴപ്പമൊന്നുമില്ലെന്നേ. 2 ആഴ്ച കഴിഞ്ഞാലേ കെട്ടഴിക്കാൻ പറ്റത്തുള്ളൂ. ആ, ഇന്നലെ വൈകുന്നേരത്ത്. ഓ, എന്തോ പറയാനാ, ഓരോ കഷ്ടകാല സമയത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നതിന്. ആ, പിന്നെ വേറൊന്നുമില്ല. പിന്നെ വിളിക്കാം. ശരി. എന്താ അമ്മേ? ആ, ഇതായിരുന്നു. ഓ, ഇനി സംസാരിക്കാം. കുളങ്ങര ശിവക്ഷേത്രത്തിൽ ഒരു കുടുംബ ഐക്യ മധ്യ സൂക്താർച്ചന നടത്തി. പിന്നെ മോക്ക് വേണ്ടി ദേ ഒരു കടും പായസവും കഴിപ്പിച്ചു. അമ്മ ഒരുപാട് മാറിപ്പോയി. മാറും മകളെ. വിവേകമില്ലാത്ത മനുഷ്യൻ സുഗന്ധമില്ലാത്ത പുഷ്പത്തെ പോലെ വലിച്ചെറിയപ്പെടും എന്ന സത്യം ഈ അമ്മ മനസ്സിലാക്കി. സ്വാമി വിവേകാനന്ദന്റെ അരുളപ്പാടാ അത്. ഈ അമ്മയെ ആകപ്പാടെ മാറ്റി മറിച്ചു കളഞ്ഞു. എന്റെ അമ്മ ഇത്രയും ശാന്തതയോടെയും മൃദുവായിട്ട് സംസാരിക്കുന്നതും ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. രാധിയോട് കോപിച്ച് നിൽക്കുന്ന അമ്മയുടെ രൗദ്രഭാവമാണ് ഇന്നലെ വരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ആ, ഇവളും അങ്ങനെയൊക്കെ തന്നെ. അമ്മയോട് എന്നും കലിതുള്ളിയേ നിൽക്കാറുള്ളൂ. മകനെ ബാല, ആർക്കും ആരോടും കോപിക്കാൻ കഴിയും. എന്നാൽ ശരിയായ ആളോട് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ കാരണത്താൽ ശരിയായ അളവിൽ കോപിക്കുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഈ അമ്മയ്ക്ക് അതിന് കഴിയും. നമഃശിവായ, നമഃശിവായ, നമഃശിവായ. ഭയങ്കര സംഭവട്ടാ. മനസ്സ് നിറഞ്ഞമ്മേ. ഇപ്പൊ നിങ്ങളെ രണ്ടാളെ കണ്ട ലോകത്തൊരു പെണ്ണും പറയൂല നിങ്ങൾ അമ്മായി അമ്മയും മരുമോളുമാണ്. മകനെ ബാലഗോപാല, എന്താമ്മേ? ഒരു വീടാകുമ്പോ കലഹവും കരച്ചിലും ചിരി തമാശ ഒക്കെ പതിവാ. പിന്നെ ഈ അമ്മായിയമ്മയും മരുമകളും ആയാൽ അവര് കീരിയും പാമ്പും പോലെ ആയിരിക്കണമെന്ന ധാരണ ഇവിടെ ഉണ്ടാക്കി വെച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ആ, ഈ സീരിയലുകാർക്ക് അല്ലേ മകളെ? അതെ അതെ. പിന്നെ അമ്മേ, ഞാൻ ഇപ്പൊ പണ്ടത്തെ പോലെ സീരിയലുകളൊന്നും കാണാറില്ല. ഗീതാ ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും നിങ്ങൾ രണ്ടാളും എന്നും ഇങ്ങനെ തന്നെ ഇരിക്കണം. നിസ്സാര പ്രശ്നങ്ങൾ ഒരിക്കലും ഊതി പെരുപ്പിക്കരുത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തില് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ മൂല കാരണം
കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാ. അതായത് അമ്മേ, രാധികയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട അമ്മയ്ക്കും അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയാ രാധികക്കും ചൂണ്ടിക്കാണിക്കാം, തിരുത്താം. ഉദാഹരണത്തിന് ഞങ്ങൾ ഈ രാഷ്ട്രീയക്കാർ പാർട്ടിയിലെ പൊട്ടലും മുറുമുറുപ്പും ഒക്കെ തുറന്നു പറച്ചിലൂടെയും ഏറ്റുപറച്ചിലൂടെയൊക്കെയാണ് പരിഹരിക്കുന്നത്. ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറാറില്ല. നീ പറയുന്നത് വളരെ ശരിയാണ് മകനെ ബാലഗോപാല. അന്യോന്യമുള്ള തെറ്റുകൾ തുറന്നു പറഞ്ഞാലേ മനസ്സിനൊരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ അതങ്ങനെ മനസ്സിൽ അടിഞ്ഞു കിടന്ന് നെഞ്ചിനകത്ത് ദേ ഇങ്ങനെ ഒരു ഭാരമായിട്ട് നിലകൊള്ളും. അല്ലേ മകളെ? അതെ അമ്മേ, പറയാനുള്ളതൊക്കെ തുറന്നു പറഞ്ഞ് മനസ്സിന്റെ ഭാരം കുറയ്ക്കുന്നതാ നല്ലത്. ഞാനും കുറച്ച് ഭാരം കുറയ്ക്കാനിരിക്കുവാ. മകനെ, പണ്ട് ഇവള് ദേവുവിനെ ഫൈറ്റിലിട്ടോണ്ട് നടന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ ഞാൻ ഇവളെ ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇപ്പൊ അതെല്ലാം ഓർക്കുമ്പോ എന്റെ നെഞ്ചു പൊടിയുവാ. പണ്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്താണെന്നാ തോന്നുന്നത്. എന്നെ വിളിക്കാതെ നിങ്ങൾ രണ്ടും കൂടെ സിനിമയ്ക്ക് പോയത് ഓർക്കുന്നുണ്ടോ? ആ, രാധികയ്ക്ക് വയറിളക്കം പിടിച്ച് ആകെ നാശമായി നാണം കെട്ട് അന്ന് വീട്ടിൽ തിരിച്ചു വന്നത് ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ മകളെ? അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല അമ്മേ. അത് ഞാൻ ചെയ്ത വേലയായിരുന്നു മകളെ. മെഡിക്കൽ ഷോപ്പിൽ നിന്നേ വയറ്റിന്ന് പോകാനുള്ള ഗുളിക വാങ്ങിക്കൊണ്ടുവന്ന് പൊടിച്ച് മൂക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കലക്കി തന്നതേ ഈ ഞാനായിരുന്നു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അമ്മ പറയട്ടെ ബാലേട്ടാ, അമ്മ പറഞ്ഞാട്ടെ. എന്റെ ശിവനെ, ചെയ്തു കൂട്ടിയ കാര്യങ്ങള് ചില്ലറയും ചിൽവാനോ ഒന്നുമല്ല. എന്തൊരു മഹാഭാപിയായിരുന്നു മക്കളെ ഞാൻ. മകളെ, നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചു അമ്മേ, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ. ഓരോന്നങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നെഞ്ചിനകത്തുനിന്ന് ഒരകല്ലിറക്കി വെച്ചതിന്റെ ഒരാശ്വാസം. ആണോ അമ്മേ? എങ്കി ഞാനും ഇറക്കി വെക്കാം 3-4 കല്ല്. അതൊന്നും വേണമെന്നില്ല, കല്ലൊക്കെ നമുക്ക് പിന്നെ ഇറക്കാം. ഒന്നും മിണ്ടാതിരി ചേട്ടാ, എനിക്കും ഇത്ര ആശ്വാസം കിട്ടിക്കോട്ടെ. അമ്മയ്ക്കിട്ട് ഞാൻ തന്ന പണികളുടെ കൃത്യമായ കണക്കുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഒരിക്കൽ ഞാൻ അമ്മയ്ക്ക് എക്കാലക്സ് കലക്കി തന്ന് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എക്കാലക്സ് ആയതുകൊണ്ട് മാത്രം അമ്മ ഒന്ന് ചോവോത് രക്ഷപ്പെട്ടു. പക്ഷേ അമ്മ അന്ന് 6 ദിവസം ആശുപത്രി കിടന്ന് നരകിച്ചു. ആ കാര്യം ഓർക്കുമ്പോ ഇപ്പോഴും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. മതി, രണ്ടുപേരും തുറന്നു പറിച്ചില്ല. ഒന്ന് നിർത്തിക്കേ. എന്റെ മനപ്രയാസം ഒന്ന് മാറാൻ വേണ്ടിട്ടല്ലേ ഞാനിതൊക്കെ തുറന്നു പറയുന്നത്. ഇത്രയും കൂടെ മാറിക്കോട്ടെ. അന്ന് അമ്മ വന്ന ദിവസം ഞാൻ വീണ് എന്റെ കൈ ഒളിക്കിയത് ഓർമ്മയില്ലേ അമ്മേ? ഓർമ്മയുണ്ട്. അമ്മയെ വീഴിക്കാൻ തറയില് വെള്ളം ഒഴിച്ചതിന്റെ കൂടെ ഓയിലും കൂടെ ഒഴിച്ചു വെച്ചതായിരുന്നു ഞാൻ. പക്ഷെ നടുവടിച്ച് വീണത് ഞാനായിപ്പോയി. വീഴണല്ലോ. എന്നെ വീഴിച്ച് എന്റെ കൈയും കാലും ഒടിക്കാനായിരുന്നല്ലേ നിന്റെ പ്ലാൻ? ഈ ഭവാനിയമ്മ സത്യമുള്ളോളാ. അതാ എനിക്ക് വെച്ചത് നിനക്ക് തിരിച്ചടിച്ചത്. നിനക്ക് ഗതി പിടിക്കത്തില്ലടി ശൂർപ്പണകേ. ഓഹോ, ദേ തള്ളേ, ശാന്തി സമാധാനം സ്വസ്ഥത എന്നൊക്കെ പറഞ്ഞോട്ട് നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തതേ എന്റെ മനസ്സമാധാനം കളയാനായിരുന്നു അല്ലേ? ദൈവമേ, 108 വിളിക്കേണ്ടി വരുമോ? എടി നീയൊന്ന് അടങ്ങ്. ദേ, ആദ്യം നിങ്ങളുടെ ഈ തള്ളയെ പിടിച്ച് കൂട്ടിലടക്കേ. ഇവർക്ക് ഭ്രാന്താ. എനിക്കല്ലടി ഭ്രാന്ത്. ഇവിടെ വിളിച്ചത് കേട്ടോടാ മണാകൊടാഞ്ച? ഞാൻ ശ്രദ്ധിച്ചില്ലമ്മേ. നിങ്ങൾ ഈ സ്ത്രീയെ പറഞ്ഞു വിടുന്നുണ്ടോ അതോ ഞാൻ ഇവരെ ഇവിടുന്ന് അടിച്ചിറക്കണോ? ഇറക്കി വിടുത്തതൊന്ന് കാണണോടി. എന്തരവളെ എന്റെ വീട്ടിൽ നിന്ന് മര്യാദക്ക് ഇറങ്ങി പോ കിളവി തള്ളേ. കിളവി നിന്റെ തള്ള അടിച്ചൂലേ? ഓഹോ, എന്നെ നിങ്ങള് ചൂലെന്ന് വിളിച്ചു അല്ലേ? വൃത്തികെട്ട തള്ളേ.
ലാത്തി ചാർജിനിടയിൽ സ്ഥിരം ഓടി രക്ഷപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കാര്യമായി. നാട്ടിലായാലും വീട്ടിലായാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഓടി രക്ഷപ്പെട്ട് സ്വന്തം തടി രക്ഷിക്കുന്നതാണ് ആരോഗ്യത്തിനും പ്രതിച്ഛായക്കും നല്ലത്. അല്ലെങ്കിൽ തന്നെ ആത്മീയതയും ഭൗതികതയും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്താ കാര്യം?